താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ ബാംഗ്ലൂരിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് കണ്ടെത്തിയത്. കുട്ടി യുവാവിനൊപ്പം ബംഗളൂരുവിൽ ഉണ്ടെന്ന വിവരം കർണാടക പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി കർണാടക പോലീസ് താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി അഖില CP ചേരുന്നുണ്ട്. അഖില, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കുട്ടിയെ കണ്ടെത്താനായത്? കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് അഖില? ഗുഡ് മോർണിംഗ് മോത്തി. അതായത് താമരശ്ശേരി പോലീസിന്റെ സഹായത്തോടെ താമരശ്ശേരി പോലീസ് ഈ കഴിഞ്ഞ 11-ാം തീയതി കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയായിരുന്നു. അപ്പോൾ താമരശ്ശേരി പോലീസാണ് കർണാടക പോലീസിന് വിവരം കൊടുത്തത്. അതായത് കുട്ടിയും കുട്ടിയോടൊപ്പമുള്ള ബന്ധുവായ യുവാവും ബാംഗ്ലൂരിലുണ്ടെന്ന് കർണാടക പോലീസിനെ അറിയിച്ച് അതിനെ തുടർന്നാണ് കർണാടക പോലീസ് അവിടെ എത്തി രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും നാട്ടിലെത്തിക്കാനായി താമരശ്ശേരി പോലീസ് സംഘം റോഡ് മാർഗം ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 11-നാണ് പരീക്ഷ എഴുതാൻ പോയ പെൺകുട്ടിയെ കാണാതാകുന്നത്. അതായത് പുതുപ്പള്ളി വീട്ടിൽ നിന്നും പെരുമ്പള്ളി വീട്ടിൽ നിന്നും പുതുപ്പാടി ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പരീക്ഷ നടക്കുന്ന സമയമാണ് പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്താത്തതോടെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. അതായത് ഈ ബന്ധുവായ യുവാവിനോടൊപ്പമാണ് കുട്ടി പോയത് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മാസം 14-ാം തീയതി തന്നെ ഈ കുട്ടിയെയും യുവാവിനെയും തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് കണ്ടെത്തുന്ന CCTV ഫുട്ടേജുകളും പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ രണ്ടുപേരെയും ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും താമരശ്ശേരി പോലീസ് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് മോത്തി.